ഹായ് ഹലോ വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് ടെക്നിക്കൽ ഹൈസ്കൂൾ 9ാം ക്ലാസ്സിലെ ജനറൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്താ? എവല്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ്. അതില് ആദ്യം പഠിക്കാനുള്ളതാണ് സയൻസ്. എന്താണ് സയൻസ്? ഇറ്റ് ഈസ് ദി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കണ്ടിന്യൂസ് എക്സ്പ്ലോറേഷൻ ഓഫ് നാച്ചുറൽ വേൾഡ്. അപ്പോ നാച്ചുറൽ വേൾഡിനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിനെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത്. The knowledge inferred from scientific exploration needs to applied in the service of humanity. അപ്പൊ എന്താണ്? ഇങ്ങനെ സയൻസിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നീഡ്സ് ടു അപ്ലൈഡ് ഇൻ ദി സർവീസ് ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യ സേവനത്തിനായിട്ടാണ് ഈ അറിവ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ടെക്നോളജി. Technology. It is the applying the outcome of scientific principle to innovate and improve the man-made things in the world. അപ്പോ ഈ സയൻസിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും എന്തിനുപയോഗിക്കുന്നു? ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? ടു ഇന്നോവേറ്റ് ആൻഡ് ഇംപ്രൂവ് ദി man-made things in the world. അപ്പോ സയൻസിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും അപ്ലൈ ചെയ്യുന്ന ഫീൽഡിനെയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദി man-made തിങ്സ് ഇൻ ദി വേൾഡ്. അടുത്തത് എഞ്ചിനീയറിംഗ്. എന്താണ് എഞ്ചിനീയറിംഗ്? ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് യൂസിങ് സയന്റിഫിക് പ്രിൻസിപ്പിൾ ടു ക്രിയേറ്റ് ന്യൂ ടെക്നോളജി. സയന്റിഫിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പുതിയ പുതിയ ടെക്നോളജീസ് രൂപീകരിക്കുന്നതിനെയാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. An engineer essentially is someone who make useful or practical inventions. അപ്പൊ എന്താ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഞ്ചിനീയർ എന്ന് പറഞ്ഞാല് someone who make useful or practical inventions. യൂസ്ഫുള്ളും അതേപോലെ തന്നെ പ്രാക്ടിക്കലുമായിട്ടുള്ള ഇൻവെൻഷൻസ് ചെയ്യുന്ന ആളെയാണ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അടുത്തത് എവല്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ്. The evolution of engineering can be historically classified into 4 eras. അപ്പോൾ നമ്മളുടെ എവല്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് 4 ഇറാസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതേതൊക്കെയാ? പ്രീ സയന്റിഫിക് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ഇൻഫോർമേഷൻ റെവല്യൂഷൻ. അപ്പൊ അതിൽ ആദ്യം പഠിക്കാനുള്ളതാണ് പ്രീ സയന്റിഫിക് റെവല്യൂഷൻ. The prehistory of modern engineering features ancient master builder such as Archimedes and Renaissance engineers such as Leonardo da Vinci. അപ്പോ ആർക്കിമെഡീസിന്റെയും അതേപോലെ തന്നെ ലിയാനോഡോ ഡാവിഞ്ചിയുടെയും കാലത്തുള്ള റെവല്യൂഷനെയാണ് പ്രീ സയന്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? ഫ്രം ദി 18th ത്രൂ ഏർലി 19th സെഞ്ചുറി, 18ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നത്. സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ചേഞ്ച്ഡ് ഫ്രം പ്രാക്ടിക്കൽ ആർട്ടിസ്റ്റിക്സ് ആൻഡ് ക്രാഫ്റ്റ്മാൻ ടു സയന്റിഫിക് പ്രൊഫഷണൽസ്. അപ്പൊ എന്താണ്? സിവിൽ എഞ്ചിനീയേഴ്സും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും എന്ത് ചെയ്തു? പ്രാക്ടിക്കൽ ആർട്ടിസ്റ്റിൽ നിന്നും ക്രാഫ്റ്റ്മാനിൽ നിന്നും സയന്റിഫിക് പ്രൊഫഷണൽസ് ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പൊ അതിനെന്താ പറയുന്നത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. Then second industrial revolution. എന്താണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? ഇൻ ദി സെഞ്ചുറി ബിഫോർ വേൾഡ് വാർ 2, രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് കെമിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് അതർ സയൻസ് ബേസ്ഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ്. അപ്പൊ എന്താണ്? കെമിക്കലും ഇലക്ട്രിക്കലും അതേപോലെ തന്നെ അതർ സയൻസ് ബേസ്ഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസും എന്ത് ചെയ്തു? ഡെവലപ്ഡ്. ഇലക്ട്രിസിറ്റി, ടെലികമ്മ്യൂണിക്കേഷൻ, cars,
എയർപ്ലെയിൻസ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ ഇവയെല്ലാം ഡെവലപ്പ് ചെയ്തു. അതിനെയാണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. Information revolution as engineering science developed after the war. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എഞ്ചിനീയറിംഗ് സയൻസ് ഡെവലപ്പ് ചെയ്തു. എന്താണ്? മൈക്രോ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ജോയിന്റ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻഫോർമേഷൻ ടെക്നോളജി. മൈക്രോ ഇലക്ട്രോണിക്കും കമ്പ്യൂട്ടേഴ്സും ടെലികമ്മ്യൂണിക്കേഷനും ജോയിന്റ് ചെയ്ത് എന്ത് ചെയ്തു? ഇൻഫോർമേഷൻ ടെക്നോളജി പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെന്താ? ഡെവലപ്മെന്റ് ഇൻ മോളിക്യുലാർ ആൻഡ് ജനറ്റിക് ബയോളജി. അപ്പോ മോളിക്യുലാറിലും ജനറ്റിക് ബയോളജിയിലും എന്ത് ചെയ്തു? ഡെവലപ്മെന്റ് ചെയ്തു. പിന്നെ കമ്പൈൻഡ് വിത്ത് എഞ്ചിനീയറിംഗ്. അപ്പൊ എന്താ? മോളിക്യുലാറും ജനറ്റിക് ബയോളജിയും എഞ്ചിനീയറിംഗുമായി കമ്പൈൻഡ് ചെയ്ത് എന്ത് ചെയ്തു? ഹാസ് ലെഡ് ടു ദി റിലേറ്റീവ്ലി ന്യൂ ഫീൽഡ് ഓഫ് ബയോടെക്നോളജി. അപ്പൊ എന്താണ്? ജനറ്റിക് ബയോളജിയും മോളിക്യുലാർ ബയോളജിയും കമ്പൈൻഡ് ചെയ്ത് പുതിയൊരു ഫീൽഡായ ബയോടെക്നോളജി, എഞ്ചിനീയറിംഗുമായി കമ്പൈൻ ചെയ്ത് പുതിയൊരു ഫീൽഡായ ബയോടെക്നോളജി നിർമ്മിച്ചു. അതിനെയാണ് ഇൻഫോർമേഷൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് എവല്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. എന്താണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ എവല്യൂഷൻ? ദി മെയിൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ബിൽറ്റ് ഡ്യൂറിംഗ് ആൻഷ്യന്റ് സിവിലൈസേഷൻ. ആൻഷ്യന്റ് സിവിലൈസേഷൻ പീരീഡിൽ ഇവയെല്ലാമാണ് എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ്, മെയിൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പൊ അതേതൊക്കെയാ? പിരമിഡ്, അക്വഡക്ട്, അക്രോപോളിസ് ഓഫ് ഏഥൻസ്, കൊളോസം, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അപ്പോ എവല്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ചോദിച്ചാല് എന്തെഴുതും? പിരമിഡ്, അക്വഡക്ട്, അക്രോപോളിസ് ഓഫ് ഏഥൻസ്, കൊളോസം, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അപ്പോ എന്താണ് അക്വഡക്ട്? ദി അക്വഡക്ട് ആർ കനാൽ കാരിയിങ് ബ്രിഡ്ജസ്. അക്വഡക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കനാൽ കാരിയിങ് ബ്രിഡ്ജസ്. ദി റോമൻ കൺസ്ട്രക്റ്റഡ് ദി അക്വഡക്ട്. അപ്പോ ആരാണ് അക്വഡക്ട് കൺസ്ട്രക്ട് ചെയ്തത്? റോമൻസ്. എന്തിനാണ് അക്വഡക്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്? ടു ബ്രിങ് വാട്ടർ ഫ്രം ഡിസ്റ്റന്റ് സോഴ്സ് ഇൻ ടു ദയർ സിറ്റീസ് ആൻഡ് ടൗൺസ്. ഒരു അകലെയുള്ള സോഴ്സിൽ നിന്നും സിറ്റീസിൽക്കും ടൗൺസിൽക്കും വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്വഡക്ട് നിർമ്മിച്ചേക്കുന്നത്. സപ്ലൈയിങ് പബ്ലിക് ബാത്ത്. അക്വഡക്ട് എന്ത് സപ്ലൈ ചെയ്തു? പബ്ലിക് ബാത്ത് സപ്ലൈ ചെയ്തു. പിന്നെന്താ? ദി അക്വ അപ്പിയ വാസ് ദി ഫസ്റ്റ് റോമൻ അക്വഡക്ട്. അക്വ അപ്പിയയാണ് ഫസ്റ്റ് റോമൻ അക്വഡക്ട്. അപ്പൊ അക്വഡക്റ്റിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് എഴുതും? അക്വ അപ്പിയ. എവല്യൂഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോ എവല്യൂഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത് കോൺട്രിബ്യൂഷൻ ഓഫ് ആർക്കിമിഡീസ് ടു എഞ്ചിനീയറിംഗ്. ആർക്കിമിഡീസിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് എവല്യൂഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാ? ആർക്കിമിഡീസ് സ്ക്രൂ, ക്ലോ ഓഫ് ആർക്കിമിഡീസ്, ബേണിംഗ് ഗ്ലാസസ്, ആർക്കിമിഡീസ് വർക്ക് ഓൺ ലിവർ, ഓഡോമീറ്റർ. എന്താണ് ആർക്കിമിഡീസ് സ്ക്രൂ? ദി ആർക്കിമിഡീസ് സ്ക്രൂ വാസ് developed in order to remove the blitz water from ship's bottom. കപ്പലുകളുടെ അടിയിൽ നിന്ന് പരന്നു കിടക്കുന്ന വെള്ളം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിച്ചത്? ആർക്കിമിഡീസ് സ്ക്രൂ ഉപയോഗിച്ചത്. ഇനി ക്ലോ ഓഫ് ആർക്കിമിഡീസ്. ക്ലോ ഓഫ് ആർക്കിമിഡീസ് വാസ് എ വെപ്പൺ. അപ്പൊ എന്താ? ക്ലോ ഓഫ് ആർക്കിമിഡീസ് എന്ന് പറഞ്ഞാല് അതൊരു ആയുധമാണ്. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഡിഫെൻഡ് ദി സിറ്റി ഓഫ് സിറാക്യൂസ് അഗെയിൻസ്റ്റ് ദി എനിമി ഷിപ്പ്. എനിമി ഷിപ്പിൽ നിന്ന് നമ്മളുടെ സിറ്റി എന്ത് ചെയ്യാൻ? രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? ക്ലോ ഓഫ് ആർക്കിമിഡീസ് നിർമ്മിച്ചത്. എന്തിനാ? അടുത്തത് ഓഡോമീറ്റർ. It is an instrument used to measure distance traveled by a cart. ഒരു വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത്. എവല്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താ? Who summarized the basic law of electricity in mathematical form? ആരാണ് ബേസിക് ലോ ഓഫ് ഇലക്ട്രിസിറ്റി,
ഇലക്ട്രിസിറ്റിയുടെ ബേസിക് ലോ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തത് ആരാ? സ്കോട്ടിക് ഫിസിസ്റ്റ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. അപ്പോ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് ഇലക്ട്രിസിറ്റിയുടെ ബേസിക് ലോ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തത്. He showed the radiation of electromagnetic energy travels through the space at the speed of light. അപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയുടെ റേഡിയേഷൻ എന്താണ്? സ്പേസിലൂടെ പ്രകാശ വേഗതയിൽ ട്രാവൽ ചെയ്യുമെന്ന് തെളിയിച്ചു. അടുത്തത്, who invented the first electric battery? ആദ്യത്തെ ഇലക്ട്രിക് ബാറ്ററി ഇൻവെന്റ് ചെയ്തത് ആരാണ്? അലസാൻഡ്രോ വോൾട്ട. What is the first practical application of electricity? ഇലക്ട്രിസിറ്റിയുടെ ഫസ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആരാണ് ഇൻവെന്റ് ചെയ്തത്? അപ്പോ ഫസ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ടെലിഗ്രാഫ്. ആരാണ് അത് ഇൻവെന്റ് ചെയ്തത്? സാമുവൽ എഫ്.ബി. മോഴ്സ്. ഫസ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ടെലിഗ്രാഫ്. ആരാ ഇൻവെന്റ് ചെയ്തത്? സാമുവൽ എഫ്.ബി. മോഴ്സ്. ഇറ്റ് പ്രൂവ് ദി എഫിഷ്യൻസി ആൻഡ് സ്പീഡ് ഓഫ് ഇലക്ട്രിക് ട്രാൻസ്മിഷൻ. ഇലക്ട്രിക് ട്രാൻസ്മിഷന്റെ സ്പീഡും എഫിഷ്യൻസിയും പ്രൂവ് ചെയ്തു. അടുത്തത്, who invented telephone? ആരാണ് ടെലിഫോൺ ഇൻവെന്റ് ചെയ്തത്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ലിസ്റ്റ് ദി നോട്ടബിൾ ഇൻവെൻഷൻസ് ഓഫ് തോമസ് എഡിസൺ. തോമസ് എഡിസന്റെ നോട്ടബിൾ ആയിട്ടുള്ള ഇൻവെൻഷനെ പറ്റിയാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അതെന്താ? ഫോണോഗ്രാഫ്, മോഷൻ പിക്ചർ ക്യാമറ, ലോങ് ലാസ്റ്റിംഗ് ഇലക്ട്രിക് ലൈറ്റ് ബൾബ്. അപ്പോ ഫോണോഗ്രാഫ്, അതേപോലെ തന്നെ മോഷൻ പിക്ചർ ക്യാമറ, ലോങ് ലാസ്റ്റിംഗ് ഇലക്ട്രിക്കൽ ലൈറ്റ് ബൾബ്. അപ്പോ ലൈറ്റ് ബൾബ്. പിന്നെന്താണ്? ബിൽഡ് ദി വേൾഡ് ഫസ്റ്റ് ലാർജ് സ്കെയിൽ ഇലക്ട്രിക്കൽ സപ്ലൈ നെറ്റ്വർക്ക് പ്രൊവൈഡഡ് 110 വോൾട്ട് ഡയറക്റ്റ് കറണ്ട്. അപ്പോ 110 വോൾട്ട് DC കറണ്ട്. വേൾഡ് ഫസ്റ്റ് ഇലക്ട്രിക്കൽ സപ്ലൈ ആയിട്ടുള്ള 110 വോൾട്ട് DC കറണ്ട് ആരാണ് ഇൻവെന്റ് ചെയ്തത്? തോമസ് എഡിസൺ. Who was J.C. Bose? What was his contribution to electronic communication? അപ്പോ ആരാണ് ജെ.സി. ബോസ്? ജെ.സി. ബോസ് ഈസ് ദി എമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്. പ്രമുഖനായിട്ടുള്ള ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ജെ.സി. ബോസ്. He demonstrated wireless transmission using millimeter range wavelength microwave. എന്താ അദ്ദേഹം ചെയ്തത്? ഡെമോൺസ്ട്രേറ്റഡ് വയർലെസ് ട്രാൻസ്മിഷൻ. അദ്ദേഹം വയർലെസ് ട്രാൻസ്മിഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. എങ്ങനെ? യൂസിങ് മില്ലിമീറ്റർ റേഞ്ച് വേവ് ലെങ്ത് മൈക്രോവേവ് ഉപയോഗിച്ച് വയർലെസ് ട്രാൻസ്മിഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. പിന്നെന്താ? he credited with the invention of first wireless detector device. അപ്പൊ എന്താ? ഫസ്റ്റ് വയർലെസ് ഡിറ്റക്ടർ ഡിവൈസ് കണ്ടുപിടിച്ചത് ആരാണ്? ജെ.സി. ബോസ്. ആൻഡ് ഡിസ്കവറി ഓഫ് മില്ലിമീറ്റർ ലെങ്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എന്താ? ഡിസ്കവറി ഓഫ് മില്ലിമീറ്റർ ലെങ്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവും ഡിസ്കവേർഡ് ചെയ്തു. ആര്? ജെ.സി. ബോസ്. Who demonstrated the existence of electromagnetic wave? Electromagnetic waveന്റെ എക്സിസ്റ്റൻസ് ആരാണ് കണ്ടുപിടിച്ചത്? ഹെൻറിച്ച് ഹെർട്സ്. അപ്പോ ഹെൻറിച്ച് ഹെർട്സ് എങ്ങനെയാണ് എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കണ്ടുപിടിച്ചത്? ത്രൂ UHF എക്സ്പെരിമെന്റ്. UHF എക്സ്പെരിമെന്റ് വഴി ഹെൻറിച്ച് ഹെർട്സ് എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇനി who demonstrated the first transatlantic wireless transmission? ആദ്യത്തെ ട്രാൻസ്ലാറ്റിക് വയർലെസ് ട്രാൻസ്മിഷൻ ആരാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്? മാർക്കോണി. എവല്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. അപ്പൊ എന്താ? എവല്യൂഷൻ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഹാസ് ബീൻ റീമാർക്കബിൾ ക്യാരക്ടറൈസ്ഡ് ബൈ ദി അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി, മെറ്റീരിയൽസ്, മെത്തഡോളജീസ്. അപ്പോ ടെക്നോളജിയിലും മെറ്റീരിയൽസിലും മെത്തഡോളജീസിലും ഉണ്ടായ അഡ്വാൻസ്മെന്റ് എവല്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിനെ റീമാർക്കബിൾ ആയി മാറ്റി. അപ്പോ അടുത്തത് പഠിക്കാനുള്ളത് റീസെന്റ് ഏരിയാസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. നമ്മളുടെ
ഏതൊക്കെ മേഖലകളിലാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എവല്യൂഷൻ നടത്തിയത്? മിനിയേച്ചറൈസേഷൻ, റിന്യൂവബിൾ എനർജി, ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ, പവർ ഇലക്ട്രോണിക്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, 5G ആൻഡ് ബിയോണ്ട്, ChatGPT. ഇത്രയും മേഖലകളിലാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എവല്യൂഷൻ നടത്തിയത്. അപ്പോ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.